പഞ്ചായത്തുകളിലെ നിലവിലെ ബലാബലം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് മുന്നണികളുടെ പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളുമാണ്. വൻ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്നാണ് UDFന്റെ അവകാശവാദം. ഉദ്വേഗമില്ലെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജും പ്രതികരിച്ചു. പ്രതീക്ഷയോടെ PV അൻവറും കാത്തിരിക്കുകയാണ്. നിർണായക ശക്തിയാകാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. ഏതൊക്കെ പഞ്ചായത്തുകളിലാണ് മുന്നണികളുടെ പ്രതീക്ഷ എന്ന് നമുക്ക് നോക്കാം. നിലമ്പൂർ സ്ക്വാഡ് സജ്ജമാണ്. അവരിലേക്ക് നമുക്ക് പോകാം. നമുക്കൊപ്പം നിലമ്പൂർ സ്ക്വാഡ് എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സിനോജ് തോമസ് ഉണ്ട്. UDF ക്യാമ്പിലെ കണക്കൊക്കെ എടുക്കാൻ സിനോജ് തോമസ് ആണ് പോയത്. സാനിയ മനോമി ഉണ്ട്. അഷ്കർ അലി കരിമ്പ, അലി അക്ബർ ഷാ എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. നമുക്കപ്പോൾ ആദ്യം സിനോജ് തോമസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗുഡ് ഈവനിംഗ് ഗൈസ്. നിലമ്പൂർ സ്ക്വാഡ് വീണ്ടും ആക്ഷനായി കളത്തിലേക്ക് ഇറങ്ങുകയാണ്. സിനോജ് തോമസ്, കണക്കൊക്കെ കൂട്ടി ഭൂരിപക്ഷം എത്രയായി? സുജയപാർവതി, ഗുഡ് ഈവനിങ്. അതായത് ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം 4 അക്കമാണോ 5 അക്കമാണോ അത് മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. കാരണം വിജയം ഉറപ്പാണ്. അത് ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. അതായത് വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് മാത്രം 3500നും 4000-ഇടയിൽ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടൽ ശരിയാണോ തെറ്റാണോ എന്ന് നാളെ ആദ്യ മണിക്കൂർ തന്നെ അറിയാൻ കഴിയും. കാരണം ആദ്യത്തെ 3 റൗണ്ട് എണ്ണുന്നതും വഴിക്കടവ് പഞ്ചായത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ UDFന്റെ കണക്കുകൂട്ടൽ ശരിയാണോ, എന്താണ് ട്രെൻഡ് എന്ന് ആദ്യ മണിക്കൂറിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നീടുള്ളത് മൂത്തേടം പഞ്ചായത്താണ്. അതായത് UDFന് എക്കാലത്തും തുണ നൽകിയ ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ അവിടെയും ഒരു 3000 വോട്ടിന്റെ ഭൂരിപക്ഷം UDF പ്രതീക്ഷിക്കുന്നു. എടക്കര പഞ്ചായത്തിലേക്ക് വന്നാൽ BB പ്രകാശിന്റെ നാടാണ്. അവിടെയും ഒരു 1500 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDF കണക്ക് കൂട്ടുന്നത്. പോത്തുകല്ലായിക്കോട്ടെ, ഒപ്പം തന്നെ ചുങ്കത്തറ, ഈ അടുത്ത കാലത്ത് അട്ടിമറ നടന്ന പഞ്ചായത്താണ് ചുങ്കത്തറയിലും LDFന്റെ കേന്ദ്രമായ പോത്തുകല്ലിലും ഒരു 500 വോട്ടിന്റെ ഭൂരിപക്ഷമെങ്കിലും കിട്ടുമെന്നാണ് UDFന്റെ പ്രവർത്തകർ കണക്കുകൂട്ടി വെച്ചിരിക്കുന്നത്. അത് നാളെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഒപ്പം തന്നെ അമരമ്പലം, കരുളായി അതൊക്കെ തന്നെ LDFന്റെ കേന്ദ്രമാണെങ്കിൽ കൂടി അവിടെ LDFന്റെ ഭൂരിപക്ഷം വെറും 500 വോട്ടിന് താഴെ മാത്രമായിരിക്കുമെന്നാണ് UDF എടുത്തു വെച്ചിരിക്കുന്ന കണക്കെന്ന് പറയുന്നത്. ഇനി നിലമ്പൂർ നഗരസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലമ്പൂർ നഗരസഭയിലും ഒരു 2500ഓളം വോട്ടിന് ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്തിന് കിട്ടുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടലെന്ന് പറയുന്നത്. അങ്ങനെ കണക്കുകൂട്ടിയാൽ ഒരു 15000 വോട്ടിനടുത്ത ഭൂരിപക്ഷത്തിന് ആര്യാടൻ ഷൗക്കത്ത് നാളെ MLA ആയി നിലമ്പൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് UDF കേന്ദ്രം വിശ്വസിക്കുന്നത്. വിശ്വാസം ശരിയാക്കണം എന്നുണ്ടെങ്കിൽ തുടരുമെന്ന് ഉറപ്പിച്ച് അവിടെ നിന്നിരിക്കുന്ന M സ്വരാജിന്റെ ഭൂരിപക്ഷ കണക്കുകൾ തെറ്റണം.